ഹലോ ഗെയ്സ്, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് മീൻ വാങ്ങിക്കാനായിട്ട് താന്നി കടപ്പുറത്തോട്ട് തന്നെ പോയി. എന്നും നമ്മളല്ലാതെ ഇവിടെ കൊണ്ടുവരുന്ന മീനൊക്കെയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അവിടെ ചിലപ്പോൾ ഫ്രഷ് മീൻ കിട്ടുമെന്ന് പറഞ്ഞ് പോയതാണ്. എന്തായാലും വെറുതെ ആയില്ല, നമുക്കൊരു കുഞ്ഞ് സ്രാവിനെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പ് സ്രാവ് കറി വെച്ച് കഴിച്ചിട്ടുണ്ടായതുകൊണ്ട് എനിക്കിതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഫസ്റ്റ് ടൈം കഴിക്കാൻ പോകുന്നത് ചേട്ടനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കറി കൂട്ടുന്നതോടെ ചേട്ടൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. വേറൊന്നുമല്ല, ഇനി അങ്ങോട്ട് സ്രാവ് കറി കൂട്ടണോ വേണ്ടോ എന്നേ. പക്ഷേ അത് കട്ട് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ചത്ര സിമ്പിളൊന്നുമല്ല ഇത് കട്ട് ചെയ്യാനായിട്ട്. ആ മീൻകാരൻ ചേട്ടൻ പറഞ്ഞ് പറ്റിച്ചാണോ എന്ന് ഞാൻ ആലോചിച്ച്. കാരണം ആ ചേട്ടൻ പറഞ്ഞത് ചൂടുവെള്ളത്തിലൊന്ന് ഇട്ട് കഴിഞ്ഞാൽ ആ തൊലി അതേപോലെ ഇളകി പോകുമെന്നാണ് പറഞ്ഞത്. അത്ര എളുപ്പമൊന്നും അല്ലായിരുന്നു കേട്ടോ. ചൂടുവെള്ളത്തിൽ അതേ നേരം ഇട്ടുകൊണ്ടിരിക്കാനുള്ള ക്ഷമയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം ഇട്ടിട്ട് ഞാൻ പിന്നെ എടുത്ത് പിച്ചാത്തി വെച്ച് ചുരണ്ടി നോക്കി. അതും പോരാഞ്ഞിട്ട് പിന്നെ അവസാനം ഞാൻ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ വെച്ചിട്ടാണ് ഒരച്ചൻ്റെ തൊലി മൊത്തം കളഞ്ഞത്. ആ മീൻകാരൻ ചേട്ടൻ മനസ്സിൽ ചീത്ത വിളിച്ചുകൊണ്ട് ഇനി ഞാൻ ഈ സാധനം വാങ്ങിക്കില്ല എന്ന് ഉറപ്പിച്ച് ബാക്കി വൃത്തിയാക്കാനായിട്ട് ചേട്ടനെ ഏൽപ്പിച്ചു കേട്ടോ. പിന്നെ വൃത്തിയാക്കാൻ നേരത്ത് ആ അകത്തെ വേസ്റ്റ് മാത്രം എടുത്ത് കളഞ്ഞാൽ മതി, വേറെ ഒന്നും എടുത്ത് കളയണ്ട, ബാക്കിയെല്ലാം നമ്മൾ കറി വയ്ക്കാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തല എങ്ങനെ വൃത്തിയാക്കേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ടിട്ടുണ്ട്. ആ തല മൊത്തത്തിൽ ഞങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി കട്ടയും ക്ലീനിങ്ങും എല്ലാം ഞാൻ ചേട്ടനെ ഏൽപ്പിച്ച്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പിടിച്ചു കൊടുക്കാൻ വേണ്ടി എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് വാങ്ങിച്ച് കട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും നമുക്ക് ഇത്ര ബുദ്ധിമുട്ട് പോകുന്നത്. ഇതിൻ്റെ മുള്ളിനൊന്നും ഒട്ടും കട്ടിയില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് കറി വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ തൊലിക്കൊക്കെ ചെറിയ കട്ടിയുണ്ട്. കുറച്ചൊക്കെ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചപ്പോഴത്തേനും പോയി, ബാക്കിയൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേന് തന്നെ ഉരിഞ്ഞ് കളയുന്നുണ്ടായിരുന്നു. കഷ്ണങ്ങളൊന്നും ഒരേ ഷേപ്പിൽ കിട്ടിയില്ലെങ്കിലും അറഞ്ചും പുറഞ്ചും കട്ട് ചെയ്ത് എങ്ങനെയൊക്കെയോ ഞങ്ങളൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചേട്ടാ ഇടയ്ക്കൂടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ഇനി നമുക്കിത് വാങ്ങിക്കുകയാണെങ്കിൽ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് നമുക്ക് വാങ്ങിച്ചാൽ മതിയെന്ന്. ചെറിയൊരു സ്രാവായിരുന്നെങ്കിലും അത്യാവശ്യം നല്ല മാംസം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പണിയിലോട്ടങ്ങ് തുടങ്ങി. കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് എൻ്റേതായ റെസിപ്പിയിൽ തന്നെ കേട്ടോ ഞാൻ ചെയ്യുന്നത്. കുറച്ച് തേങ്ങ ഒന്നും എടുത്ത് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങ ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് കറിയുടെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് കുറച്ച് മാത്രം എടുത്താൽ മതി. തേങ്ങ ഒന്ന് നല്ല ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടാം കേട്ടോ. ഞാൻ ഒരു 4 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് മാത്രമേ മല്ലിപ്പൊടി ഇടുന്നുള്ളൂ. മല്ലിപ്പൊടി ഒരുപാടായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുത്തൽ വരും. അതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുള്ളൂ. എരി കുറച്ചുകൂടെ ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടി ഇട്ടോ. ഞാൻ അവസാനം കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടി സ്രാവിനെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിനകത്ത് കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒരു 2 പച്ചമുളകും കട്ട് ചെയ്തിടുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കുക. അതിലേക്ക് ഒരു 3-4 കഷ്ണം കുടംപുള്ളിയും കൂടി ഇട്ടിട്ട് ഗ്യാസ് കത്തിച്ച് അങ്ങോട്ട് വെച്ചോട്ടോ. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉപ്പ് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് കാശ്മീരി പൗഡറും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കറി നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേന് അതിനകത്ത് കുറച്ച് ഉലുവാപ്പൊടിയും ഒരു തക്കാളിയും കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നല്ലപോലെ ഒരു തിള വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് അതിനകത്തൊരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടെ മൂടി വെച്ച് വേവിച്ചാൽ മതി. കട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ കറി കിടിലായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ.